ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി പഴവും തേങ്ങയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ട് കൊടുക്കാം. ഇത് തീരെ ചെറിയ പഴാനുണ്ട് കേട്ടോ ഞാൻ 5 എടുത്തത്. കുറച്ച് വലിയ പഴമൊക്കെ ആണെങ്കിൽ ഒരു 3 എടുത്തേച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അതായത് ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലിട്ട് മാറ്റാം. അപ്പോൾ പഞ്ചസാര നമ്മുടെ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം കേട്ടോ പഞ്ചസാര ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ചൊരു ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഒരു ചെറിയ തവി വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കും പോലെ തന്നെ. ഇത് സാധാരണ നമ്മൾ സാധാരണ ചീനിച്ചട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കില്ലേ, അതുപോലെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ ഷേപ്പ് അന്നേരം കിട്ടില്ലല്ലോ. അപ്പോൾ നല്ലൊരു ഷേപ്പിനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒരു ചട്ടി എടുത്തത്. ഇതിപ്പോൾ ഒരു സൈഡ് കുക്കായി കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു വശം കൂടെ നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുത്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലെ എളുപ്പത്തിലുള്ള റെസിപ്പീസൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നത് പ്രസ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ മാവ് ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. പിന്നെ ഇതൊന്ന് പൊട്ടിച്ച് വെക്കാം. കണ്ടോ, നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആയിഷാസ് ക്രിയേഷൻസ്.